നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡാനി ഓൽമോയുടെയും പാവ് വിക്ടറുടെയും കാര്യത്തിൽ ആശങ്കയിലാണ് ബാഴ്സലോണ ആരാധകരുള്ളത്. ഡിസംബർ 31 മുമ്പ് താരങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനുവരി മുതൽ അവർക്ക് ടീമിനോടൊപ്പം കളിക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബാഴ്സലോണ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ് എന്നാണിപ്പോൾ കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുണ്ടോ ഡിപ്പോർട്ടീവോ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോർട്ട് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഡാനി ഒൽമോയെ ജോൻ ലാപ്പോർട്ട കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട, ഡാനി ഒൽമോയെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളത് അദ്ദേഹം താരത്തോട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തു വന്നാലും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാഴ്സലോണ ഇതിനുവേണ്ടി ഒരു ഇക്കണോമിക് ലിവർ സൈൻ ചെയ്യാൻ പോവുകയാണ്. ഡിസംബർ 31 മുമ്പ് തന്നെ ആ സൈനിങ് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് മുണ്ടോ ഡിപ്പോർട്ടീവോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാഴ്സലോണ സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിലെ VIP സീറ്റുകൾ വിൽക്കാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള നെഗോസിയേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 100 മില്യൺ യൂറോക്കാണ് ആ ഒരു സെയിലിന് വേണ്ടി അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. അതോടുകൂടി അത് നടന്നു കിട്ടിയാൽ പിന്നെ ബാഴ്സലോണയുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിൽ 1:1 ബാഴ്സലോണയ്ക്ക് തിരികെ എത്താൻ പറ്റും. പിന്നെ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്തായാലും പാർഷ്യൽ സെയിൽസ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീലുകൾ ഇനിയും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഡാനി ഓൽമോയെയും പാവ് വിക്ടറിനെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിലേക്ക് അതിവേഗത്തിൽ എത്താനുള്ള ശ്രമങ്ങളിലാണിപ്പോൾ FC ബാഴ്സലോണയുള്ളത്. എന്തായാലും നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ മുണ്ടോ ഡിപ്പോർട്ടീവോ അറിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ബാഴ്സലോണ അധികൃതരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.